ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ദുബായ് സിറ്റി ടൂറിൻ്റെ വീഡിയോയും വിശേഷവും ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം 7 സ്റ്റാർ ഹോട്ടലായ ബുർജ് അറബിലായിരുന്നു പിന്നെ നമ്മൾ പോയത്. അവിടെയും സെയിം തന്നെയായിരുന്നു സിറ്റുവേഷൻ. 45 മിനിറ്റ്സ് ആണ് നമുക്ക് തന്നത്. എൻട്രി ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ബുർജ് അറബിലൊക്കെ കയറി. അപ്പോഴേക്ക് 2 പേർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി. പിന്നെ ഞങ്ങളൊരു ഫ്രഞ്ച് ഫ്രൈസും ഐസ് ലാക്റ്റയൊക്കെ ഓർഡർ ചെയ്തു. ഐസ് ലാക്റ്റ 2 പേർക്കും കുടിക്കാൻ കഴിയത്തില്ലായിരുന്നു, അത്ര കയ്പ്പായിരുന്നു. പിന്നെ എന്നോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് പിന്നെ അത് ഒഴിവാക്കി. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് ദുബായിയുടെ ഏറ്റവും വലിയൊരു മോളായ ദുബായ് മോളിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. ഇത് ദുബായിലെ റോഡിലെ ഓരോരോ കാഴ്ചകളാണ് ഈ കാണുന്നത്. ദുബായ് മോള് എത്തി നമ്മൾ ദുബായ് മോളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ അവരവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ നടന്നാണ് ഉള്ളിലേക്ക് ഞങ്ങൾ പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് മോളിൻ്റെ ഏതറ്റത്തു നിന്നാണ് ഞങ്ങൾ കയറിയത്, ഏതറ്റത്തൂടെയാണ് ഞങ്ങൾ ഇറങ്ങിയെന്ന് പോലും ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ദുബായ് മോളിൽ പോയിട്ട് നമ്മളധികം ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഫുഡ് മാത്രമാണ് ഞങ്ങൾ പരീക്ഷണങ്ങളൊക്കെ ദുബായിൽ പോയിട്ട് നടത്തിയത്. അല്ലാതെ വലിയ പർച്ചേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സത്യസന്ധമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് തന്നെ, ഖത്തറിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് വാങ്ങാം എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ ദുബായിലേക്ക് അവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങിയില്ല. പിന്നെ നമ്മളവിടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ദുബായിയുടെ അക്വേറിയത്തിൽ നമ്മൾ കയറി. പിന്നെ എന്താണ് ദുബായ് മോളിലുള്ള അക്വേറിയമാണിത്. ഇതും അതേപോലെ തന്നെ 299 റിയാൽ ദിർഹംസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പം 299 റിയാൽസ്, എൻ്റെ നാവിൽ റിയാൽസ് മാത്രമേ വരുന്നുള്ളൂ, സോറി കേട്ടോ. 299 ദിർഹംസ് കൊടുത്തിട്ട് നമ്മൾ അതൊക്കെ കയറി കണ്ടു കാഴ്ചകളൊക്കെ. ഇതൊരു ദുബായ് മോളിൻ്റെ ഒരു ഫുള്ള് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. കൊള്ളാം എന്ന് തോന്നില്ലേ. നാട്ടിലെ ഒരു ഉത്സവപ്പറമ്പിലേക്ക് പോലെ ആൾക്കാരാണ് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഒന്നും വാങ്ങിക്കാണ്ട് ഇങ്ങനെ മോളുകൾ തീരാപ്പാര കയറി ഇറങ്ങുന്നത്. ആക്ച്വലി എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമേ അല്ല ഈ മോളിനകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടക്കുന്നത്. പണ്ടൊക്കെ ചെറിയൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം 4 മണിയൊക്കെ ആയപ്പോഴേക്ക് ദുബായ് ഫൗണ്ടെയിൻ തുടങ്ങുന്നതിൻ്റെ ഒരു കാഴ്ചയായിരുന്നു നമ്മൾ പിന്നെ കണ്ടത്. ദുബായ് ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാറായപ്പോഴേക്കും ദുബായ് മോളിനകത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് ആൾക്കാരും പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ ഫൗണ്ടെയിൻ നടക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബുർജ് ഖലീഫ ഉള്ളത്. അപ്പം ബുർജ് ഖലീഫയുടെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. പക്ഷേ ഞങ്ങൾ ബുർജ് ഖലീഫയിൽ അന്നത്തെ ദിവസം കയറിയിട്ടുണ്ടായിരുന്നില്ല, വേറൊരു ദിവസമാണ് കയറിയത്. അപ്പം ഫൗണ്ടെയിൻ തുടങ്ങാൻ സമയമായപ്പോഴാണ് ഈ ആൾക്കാരെല്ലാം അകത്തുനിന്ന് മോളിനകത്തുനിന്ന് എല്ലാവരും പുറത്തേക്ക് വന്നത്. അപ്പം ഫൗണ്ടെയിൻ ചെറുകെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 മണിക്കാണ് ഒരു ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം 7 മണിക്കാണ് അടുത്ത ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ തന്നെ ഇവിടെ ഖത്തറിലും ഉണ്ട്, വെൻറ്റം പാലസ് എന്ന് പറയുന്ന പാലസിൽ. ആ മോളിലും ഇതേ സെയിം തന്നെയാണ്. 6 മണിയാകുമ്പോഴാണ് ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം 7 മണിയാകുമ്പം അടുത്ത ഫൗണ്ടെയിൻ. ഓരോരോ മണിക്കൂർ കൂടുമ്പോഴാണ് ഫൗണ്ടെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ, ഭയങ്കര ജനമായിരുന്നു. ഒരു നാട്ടിലൊരു ഉത്സവത്തിൻ്റെയൊക്കെ അത്രയും ജനമായിരുന്നു ഫൗണ്ടെയിൻ കാണാനായിട്ട്. ഫൗണ്ടെയിൻ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ രാത്രിയിൽ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കാണുമ്പോഴായിരിക്കും ഇതിൻ്റെ റിയൽ ഭംഗി അറിയാൻ പറ്റുന്നത്. ഇത് പകലായതുകൊണ്ട് അതിൻ്റേതായ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫൗണ്ടെയിൻസൊക്കെ അവിടെ നിന്ന് കാണാം. ഞങ്ങൾക്ക് നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, എന്നാലും കഷ്ടപ്പെട്ടിട്ടൊക്കെ നമ്മളും അള്ളിപ്പിടിച്ചൊക്കെ അവിടെ നിന്ന്, നമ്മൾ പിന്നെ മലയാളികളല്ലേ, തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെവിടെയെങ്കിലും ചെറുതായിട്ടെങ്കിലും അള്ളിപ്പിടിച്ചെങ്കിൽ നിന്നോളുമല്ലോ. അതേപോലെ തന്നെ ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളും ഇങ്ങനെ അള്ളിപ്പിടിച്ച് അവിടെ നിന്ന് അങ്ങനെ ഫൗണ്ടെയിൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം കുറച്ച് നേരമേ ഉള്ളൂ, അത് കഴിയാറായിട്ടുണ്ട്. ഫൗണ്ടെയിൻ കഴിഞ്ഞതും അവിടുത്തെ ഒരു തിക്കും തിരക്കും, പിന്നെ ഒരു വല്ലാത്തൊരു തിരക്ക് തന്നെയാണ്, അത്രയും തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. അതോടുകൂടി ദുബായ് മോൾ ഞാൻ വെറുത്തു. കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞങ്ങളുടെ പിക്ക് ചെയ്യാനുള്ള വണ്ടി ഏതോ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ നടന്ന് കുഴഞ്ഞു. ഒരു വിധത്തിലും ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതോടുകൂടി ദുബായ് മോളിൽ ഇനിയും പോകില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മളിതാ മോളിൽ നിന്നൊക്കെ ഇറങ്ങി. അയ്യോ ഭയങ്കര തിരക്കായിരുന്നു.
ഭയങ്കര തിരക്കായിരുന്നു. ആ ഒരു 5 മണി അല്ല 4:30 ആയപ്പോഴത്തേക്ക് ഫൗണ്ടൈൻ ഷോയുടെ ടൈം ആയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നാട്ടിലൊരു ഉത്സവമൊക്കെ നടക്കുന്ന ജനം ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു ഡാൻസ് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ രണ്ടുപേരുടെയും. അപ്പം അതും കഴിഞ്ഞ് അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, അല്ല ലൈക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ഇനി ഒരു പണിയെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി വരുന്നത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതൊരു വലിയ പണിയാണ്, വലിയൊരു ടാസ്ക്കാണ് അല്ലേ? അപ്പോൾ തന്നെ നമ്മൾ കുറേ കറങ്ങി, അവസാനം കറങ്ങിയത് തന്നെ തിരിച്ചു വന്നു. ഇനി നമ്മുടെ വണ്ടി വരും. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ടയേർഡാണ്. രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്. സോ അപ്പം ഇപ്പോൾ ഒരു എത്ര മണിയായി? 6:45. അപ്പം ഭയങ്കര ടയേർഡായി. ഇനിയിപ്പോൾ വീട്ടിൽ റൂമിൽ പോകണം. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങളെ ഡിന്നർ വിളിച്ചിട്ടുണ്ട്, അവിടേക്ക് പോകണം. ഇത് ഇന്നത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു. അപ്പം നാളെ സെക്കൻഡ് തേർഡ് ഡേ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.